ഇതാണ് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ക്യാൻവയുടെ സിമ്പിൾ C എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ക്യാൻവ CANVA ആണ് ക്യാൻവ. നിങ്ങൾ ക്യാൻവ സെർച്ച് ചെയ്താൽ മതി. C എന്ന് പറഞ്ഞൊരു സിമ്പിൾ ബ്ലൂ കളർ. അന്നേരം ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ, വീഡിയോസ്. ഞാൻ പ്രസൻറ്റേഷനും വീഡിയോസും എല്ലാം ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. പ്രിൻസ്, ഡോക്യുമെൻറ്റ്സ്, വൈറ്റ് ബോർഡ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എടുക്കാം. സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നമുക്ക് എന്ത് വേണം, അതിനകത്ത് പ്രോയും ഉണ്ട് ഫ്രീയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ പോസ്റ്റ് എടുക്കുക. പ്രോ എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് പൈസ കൊടുത്തിട്ട് ID എടുത്ത് ആക്ടിവേറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രോ പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം എടുക്കാം. ഞാൻ ഫസ്റ്റ് കൊള്ളായിരുന്നു, അല്ലാണ്ട് ഞാനിതെടുത്തു. ഇപ്പോൾ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണം അല്ലേ, ബിസിനസ്സിന് വേണ്ടി നമുക്ക് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം കൊടുത്തുകൊണ്ട് നമുക്കൊരു പോസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ അതെടുത്തു. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനും പറ്റുമേ. ഇപ്പോൾ അതെടുക്കുമ്പം ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഈ ഫോട്ടോ, നമുക്ക് ഈ ഫോട്ടോ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറി, എൻ്റെ അപ്ലോഡ്സിൽ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. എടുക്കാം. ഏത് ഫോട്ടോ എടുക്കണം, ഗോവ ഗുരുവായൂർ കോൺഫറൻസിന് പോയത് തന്നെ എടുക്കാം. ഇതെടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഇത് എഡിറ്റ് ചെയ്തു. നമ്മളുടെ ടീം ഏതാ, പാത്ത് ഫൈൻഡേഴ്സ് എന്നുള്ള ടീം നമ്മൾ കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതുണ്ടോ, ഈ സിമ്പിൾ നമുക്ക് ആവശ്യമില്ല, അതും കാണാം. ഇനി ഇവിടെ നമുക്ക് എന്തും എടുക്കണം, വർക്ക് ഫ്രം ഹോം ഇവിടെ അതും എന്ത് ചെയ്തു, നമ്മൾ മാറ്റി ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വരുത്തുള്ളൂ. അത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. പോകുന്നില്ലല്ലോ. ഓക്കെ, വർക്ക് ഫ്രം ഹോം നമ്മൾ മൂവ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഫോൺ സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റാം. താഴെ ഉണ്ടോ, ഇത് കണ്ടോ, ഫോൺ സ്റ്റൈൽ മാറ്റാം. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഫോണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഫോണ്ട് കളർ മാറ്റാം, വേണമെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാം, കളർ മാറ്റാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതേ ബിസിനസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോണ്ട്, ടെക്സ്റ്റ് സൈസ്, ഫോണ്ട് സൈസ്, കളറ്, ബോൾഡ് വേണോ, ഇറ്റാലിക്സ് വേണോ, അതെല്ലാം ഉണ്ട്. അലൈൻമെൻറ്റും എല്ലാം ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വർക്ക് ഫ്രം ഹോം ബിസിനസ് അൺലീഷ് യുവർ ഓൺലൈൻ ബിസിനസ് ടുഡേ, ക്യാപ്ഷൻ തന്നെ നമുക്കും കൊടുക്കാം. ലേൺ മോർ. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു 7909113366. ഞാൻ കോൾ ടു ഫൈൻഡ് എന്നല്ലായിരുന്നു, വാട്സപ്പ് മീ എന്ന് പറഞ്ഞേ കൊടുക്കും. കാരണം എപ്പോഴും ഒരുപാട് കോൾ വന്നാൽ സംസാരിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എന്തെടുത്ത് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് അവിടെ എന്തോ വേണ്ടേ, വാട്സപ്പിൻ്റെ വേണം. അപ്പോൾ ഞാൻ എന്തെടുക്കും, ഇതിനകത്ത് പോയിട്ട് എലമെൻറ്റ്സ് കണ്ടോ, ഈ എലമെൻറ്റ്സിനകത്ത് ഇവിടെ എന്ത് കൊടുക്കും, വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കും. വാട്സപ്പ് ഐക്കൺ എന്ന് പറഞ്ഞു വന്നു. വാട്സപ്പ് ഐക്കൺ കൊടുക്കും. ഇതിനകത്ത് നോക്കണം, ഫ്രീ ആയിട്ടുള്ളത്. ഇതൊക്കെ പ്രോയാണ്, ഇതെല്ലാം പ്രോ ഇല്ലാത്ത ഏതുണ്ടെന്ന് നോക്കണം. കാരണം പ്രോ ഇല്ലാത്ത കണ്ടല്ലോ, ഇത് പ്രോ ഇല്ലാത്ത. ഇത് ഞാൻ മൂവ് ചെയ്ത്, ഇതിൻ്റെ കളർ, വാട്സപ്പിൻ്റെ കളർ ഏതാ നമുക്ക് വരുന്നത്, ഗ്രീൻ അല്ലേ, ഗ്രീൻ കൊടുത്തു. ഓക്കെ, ഗ്രീൻ കൊടുത്തിട്ട് മൂവ് ചെയ്ത് ഓക്കെ. വാട്സപ്പ് മീ എന്ന് പറഞ്ഞ് വാട്സപ്പിൻ്റെ കൊടുത്ത് ഇതങ്ങ് കളഞ്ഞേക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് എനിക്കിനി എന്ത് ചെയ്യാം, ഇനി വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനകത്ത് ഞാൻ സബ് ഹെഡിങ് കൊടുത്തിട്ട് എന്ത് കൊടുത്തു, ലുക്കിംഗ് ഫോർ പാഷനേറ്റ് ലേഡീസ് or moms to join my team. ഞാൻ എന്താ കൊടുത്തത്, ലുക്കിംഗ് ഫോർ പാഷനേറ്റ് ലേഡീസ് ഓർ മംസ് ടു ജോയിൻ മൈ ടീം. നമ്മൾ എന്താ നോക്കുന്നത്, സ്ത്രീകളെയാണ് നോക്കുന്നതെന്ന് അറിയിക്കാനാണ്. ഇത് ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറ്റിയേക്കാം.
ഓക്കെ. ഇപ്പോൾ വാട്സപ്പ് മീ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതെന്ത് ചെയ്യും, മേൽവശം കണ്ടോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് കിട്ടും. ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ഇവിടെ PNG വേണോ, JPG വേണോ, PDF വേണോ എന്നൊക്കെ ഞാൻ JPG കൊടുത്തു ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾക്കിപ്പം ഹെയർ ഓയിലിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫ് കൺട്രോൾ ആവശ്യമുണ്ടോ നമ്മുടെ ഡാൻഡ്രഫിൻ്റെ ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈബ്രറിയിലുള്ള ഫോട്ടോസ് എടുക്കണേ. നിങ്ങളുടെ ഒറിഫ്ലെയിം ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ലൈബ്രറി എന്നുള്ളൊരിത് കാണും ഫസ്റ്റിൽ. അതിൽ നിന്ന് ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വെക്കാം. ഓക്കെ, ഇത്രയാണ് ക്യാൻവയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്.